മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി ബോട്ടണി. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സാമിക്കൊക്കെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് ആവർത്തിച്ച് ചോദിച്ചൊരു ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് പോയിണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ സ്ലൈഡുകൾ വെച്ചിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നന്നായിട്ട് ഈ വീഡിയോ ഫുൾ കണ്ടൊരു കുട്ടിക്ക് ഇതിൽ ഒരു മാർക്ക് മിസ്സാവില്ല എന്ന് ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലോട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് സെൽ സൈക്കിൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്താണെന്നുള്ളത് അതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് by which a cell duplicates its genome. ഒരു സെല്ല് അതിൻ്റെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA അതല്ലെങ്കിൽ അതിൻ്റെ ജീനോമ, ഓക്കെ, ഇറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം അല്ലെ, ജീനോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ഇൻടു ടു ഡോട്ടർ സെൽസ്. രണ്ട് ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പറ്റം ഇവന്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാകുന്നു, അതിൻ്റെ ജീനോമും ഡിവൈഡ് ചെയ്യുന്നു. And then cells divide approximately in every 24 hours. ഓരോ 24 hours എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ കോടാനക്കോടി സെല്ലുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് മക്കളെ. ആൻഡ് ദെൻ ഈസ്റ്റ് സെല്ല് എവറി 90 minutesലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറയാനുള്ളത്. സെല്ലിൻ്റെ ജീനോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ആൻഡ് ഓൾസോ എന്ത് ചെയ്യാം, അത് രണ്ട് ഡോട്ട് സെല്ലുകളായിട്ട് മാറുക എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമുക്ക് സെൽ സൈക്കിളിൻ്റെ ഫേസുകളാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഹാഫ് ഇയറിലേക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, എന്തൊക്കെയാണ് സെൽ സൈക്കിളിൻ്റെ ഫേസുകൾ, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതാ ഈ ഒരു സെൽ സൈക്കിളിൻ്റെ ഫേസുകളുള്ള ഒരു ഡയഗ്രാം. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഡയഗ്രാണത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു സെൽ സൈക്കിളിൽ നമുക്ക് ഇതാ ഇവിടെ നോക്കൂ, എം ഫേസ് എന്താ, അതായത് ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്ന ഒരു ഫേസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും, എം ഫേസ് എന്ന് പറയും. പക്ഷെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിലാദ്യം ക്ലിയർ ചെയ്തിരുന്നത്. ഇതാണ് എം ഫേസ്. ഓക്കെ, ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്ന ഫേസ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൽ തന്നെ രണ്ട് ഫേസുകളുണ്ട്. ഒന്ന് കാരിയോകൈനസിസ് എന്ന് പറയും, അതായത് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുന്ന ഫേസ്. രണ്ടാമത്തത് സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ നടക്കുന്ന ഫേസ്. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം അല്ലെ. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് നോക്കൂ, ഈ ഒരു സെൽ ഡിവിഷന്റെ ഫേസ് കഴിഞ്ഞ് അടുത്ത സെൽ ഡിവിഷനിലോട്ട് വരുന്നത് വരെ നമുക്ക് ദാ ഇങ്ങനെ ഒരു ഫേസ് ഉണ്ട്. ദാ ഇവിടുന്ന് ഇതുവരെയുള്ള ഫേസ്. അതായത് ഈ ഫേസിൽ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു കല്യാണം ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇവന്റിനെ സെൽ ഡിവിഷൻ എന്നാക്കി കഴിഞ്ഞാൽ അതിനു മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അല്ലേ. ഈ നടക്കുന്ന കാര്യങ്ങളാണ് ഏത്, ഈ കാണുന്ന ഫേസ്. അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, G1 ഫേസ് ഉണ്ട്, S ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഫേസുകളിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടാണ് ഒരു സെൽ ഡിവിഷന്റെ സ്റ്റേജിലോട്ട് റെഡി ആവുന്നത്. അപ്പൊ നമുക്ക് ഇത് ഒരു കാര്യം ചെയ്യുക, ഇത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്.
ഓരോ ഫേസിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഓരോ ഫേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഒന്നാമത്തെ ഫേസ് എം ഫേസ്. ഓക്കെ, അപ്പൊ നമ്മള് എം ഫേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. എം ഫേസിന് നമ്മൾ ആക്ച്വൽ സെൽ ഡിവിഷന്റെ ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസ് ആണ്. ആക്ച്വൽ സെൽ ഡിവിഷൻ സ്റ്റാർട്ട്സ് വിത്ത്, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ന്യൂക്ലിയർ ഡിവിഷൻ. ന്യൂക്ലിയർ ഡിവിഷൻ അല്ലെങ്കിൽ കാരിയോകൈനസിസ് നടക്കും. ഒരു സെല്ലിന്റെ ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്യും. ഓക്കെ, and then it ends with the division of cytoplasm. സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ നടന്നോട് കൂടിയിട്ടാണ് എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ ഒരു സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. സി, ഇപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സെല്ലാന്ന് വിചാരിക്കുക. ഈ സെല്ല് നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാവണം. പിന്നെ സെല്ല് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാവണം. ഇത്രയാണ് പറയുന്നുള്ളൂ. അപ്പോ മൈറ്റോട്ടിക് ഫേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സെൽ ഡിവിഷന്റെ ഫേസ് ആണ്. ആൻഡ് ഇവിടെ സംഭവിക്കുന്നത് എന്താ മക്കളെ? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, ദെൻ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് ബിറ്റ്വീൻ ടു മൈറ്റോട്ടിക് ഫേസ്. ഇപ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർഫേസ്. ഫേസ് ബിറ്റ്വീൻ ടു മൈറ്റോട്ടിക് ഫേസിനാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയാ. അപ്പൊ നോക്കാം നമുക്ക് ഏതാണ് ഇന്റർഫേസ്. സി, ഞാൻ നേരത്തെ വരച്ച് കാണിച്ചു തന്നു. ഈ മൈറ്റോസിസ് കഴിഞ്ഞാൽ എവിടെ നിന്ന് ഇതുവരെയുള്ള ഈ ഫേസിനാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർഫേസ് എന്ന് പറയാ. ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് അടുത്ത മൈറ്റോട്ടിക് ഡിവിഷൻ വരെയുള്ള ഫേസുകളാണ് ഇന്റർഫേസുകൾ. ക്ലിയർ ആയിണ്ടാവും. ഓക്കെ, ആൻഡ് ദെൻ ഇനി ഈ ഇന്റർഫേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. ഇന്റർഫേസിൽ എന്തൊക്കെ സംഭവിക്കാം നോക്കാം. അതിലെ ഒന്നാമത്തെ ഫേസ്, ദാറ്റ് ഫേസ് ഈസ് G1 phase. നമ്മൾ നേരത്തെ കണ്ടു G1 phase. G1 phase, interval between mitosis and DNA replication. അതായത് ഒരു സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള DNA മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ. അപ്പോൾ ഈ DNA മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് സെൽ ഡിവിഷൻ കഴിഞ്ഞു, എന്നാൽ DNA മൾട്ടിപ്പിൾ ചെയ്തിട്ടില്ല. അതിൻ്റെ മുമ്പുള്ള ഫേസിനാണ് നമ്മൾ എന്താ പറയാ? G1 phase. ഈ സമയത്ത് സെൽ ഡിവിഷന് വേണ്ടിയിട്ട് നമ്മുടെ സെല്ല് എന്ത് ചെയ്യും? സെൽ ബിക്കം മെറ്റബോളിക്കലി ആക്റ്റീവ്. ആക്റ്റീവ് ആവും. കാരണം സെൽ ഡിവിഷൻ റെഡി ആവാൻ നടക്കാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആക്റ്റീവ് ആയിട്ടിരിക്കണം. മെറ്റബോളിക്കലി ആക്റ്റീവ് ആവും, കണ്ടിന്യൂസ് ഗ്രോത്ത് നടക്കും. പക്ഷേ ഇതിന്റെ DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല, DNA ഡബിൾ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ DNA ഡബിൾ ആവാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ സെൽ ഡിവിഷൻ നടന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് മക്കളെ G1 ഫേസ്. വെരി സിമ്പിൾ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ഫേസ് ആണ് S ഫേസ്. അപ്പൊ G1 ഫേസ്, ദെൻ S ഫേസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അപ്പൊ എപ്പോഴാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്? S ഫേസിലെ രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള S ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഈ സമയത്ത് amount of DNA doubles. DNA ഡബിൾ ആയി, പക്ഷെ ക്രോമസോമുകളുടെ നമ്പർ റിമെയിൻ ദ സെയിം അല്ലേ? ക്രോമസോം DNA ഇരിക്കുന്ന ക്രോമസോമിലാണ്. ക്രോമസോമിന്റെ നമ്പറിന് മാറ്റമൊന്നുമില്ല, പക്ഷെ DNA ഡബിൾ ആയിട്ടുണ്ട്. ദെൻ അടുത്ത ഫേസ് ആണ് G2 ഫേസ്. G2 ഫേസിൽ സംഭവിക്കുന്നത് ഈ സെൽ ഡിവിഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻസ് ആവശ്യമുണ്ട് അല്ലേ? ഈ സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനുകൾ സിന്തസൈസ് ചെയ്തിട്ട് സെൽ ഡിവിഷന് വേണ്ടിയിട്ട് ഫുൾ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് G2 ഫേസ്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു പ്രാവശ്യം കൂടി പറയാം, ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ടീച്ചർ പറഞ്ഞു ഈ മൈറ്റോട്ടിക് ഫേസ് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ഫേസ്
ഈ ഫേസിൽ എന്ത് സംഭവിച്ചു? ഇവിടാണ് DNA റെപ്ലിക്കേഷൻ നടന്നിട്ടില്ല, പക്ഷെ സെല്ലാം മെറ്റബോളിക്കലി ആക്റ്റീവായി. രണ്ടാമത്തെ DNA റെപ്ലിക്കേഷൻ നടന്ന സ്റ്റേജാണ് ഇത്, എസ് ഫേസ്. മൂന്നാമത്തെ ഫേസ് ആണ് നമ്മുടെ പ്രോട്ടീനുകളെ സിന്തസൈസ് ചെയ്യുന്ന ഫേസ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, ഒരൊറ്റ ലൈനെ എഴുതേണ്ടേ ഉള്ളൂ, നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും കേട്ടാ. അപ്പൊ ഇതിനാണ് നമ്മൾ മൊത്തം പറയുക ഇന്റർഫേസ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇന്റർഫേസ്. വളരെ സിമ്പിളാണ് കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബോട്ടണി നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടും. പക്ഷെ നമ്മളൊന്ന് പ്ലാൻഡ് ആയിട്ട് ഇതേപോലെ പഠിച്ചു പോകണം. ദെൻ ഇനി ഇവിടെ ഒരു ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ ഫേസ് എന്ന് നോക്കിയത്? G0 എന്നൊരു ഫേസ്. ഈ ഒരു ഫേസിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ സമയത്ത് എന്ത് ചെയ്യും? ഓക്കെ, ഈ സമയത്ത് സംഭവിക്കുന്നത് G0 അല്ലെങ്കിൽ ക്യുസെന്റ് സ്റ്റേജ് എന്നാണ് പറയാം. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ചില സെല്ലുകൾ, സം അഡൽട്ട് സെൽസ്, ആനിമൽ സെല്ലുകൾ, ഹേർട്ട് സെല്ലുകൾ പോലുള്ള സെല്ലുകൾ ഇതൊക്കെ എൻ്റർ ഇന്നാക്റ്റീവ് സ്റ്റേജ്. അയ്യോ എനിക്കൊരു പണിയെടുക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കിടക്കും. ആ സ്റ്റേജിന് പറയുന്ന പേരാണ് മക്കളെ G0 സ്റ്റേജ്. അപ്പൊ നമ്മൾ സെൽ സൈക്കിളിന്റെ ആ സൈക്കിൾ ഓഫ് ഈവൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യം സെൽ ഡിവിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ സെൽ ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇന്റർഫേസിൽ സെല്ലുകൾ ഇങ്ങനെ മുൻകൂട്ടി റെഡി ആയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? ഇല്ലേ? ഉണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് സെൽ ഡിവിഷൻ നടക്കാൻ പോവാണ്. യെസ്, അപ്പൊ ഈ ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുമ്പോ ഞാൻ പറഞ്ഞു 2 സ്റ്റെപ്പുകളാണ് ഉള്ളത്. സി, ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇങ്ങനെ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കും. നമ്മുടെ ഈ ന്യൂക്ലിയസ് എന്തായിട്ട് മാറും? ഒരു ന്യൂക്ലിയസ് 2ആയിട്ട് മാറും. ഒരു ന്യൂക്ലിയസ് 2ആയിട്ട് മാറുന്നതിന് നമ്മൾ എന്താ പറയാ മക്കളെ? കാരിയോകൈനസിസ് ഓർ ന്യൂക്ലിയർ ഡിവിഷൻ. ഒരു ന്യൂക്ലിയസ് 2ആയിട്ട് മാറി. അപ്പൊ നമുക്കറിയാം ഒരു സ്ഥലത്ത് 2 നേതാക്കന്മാർ പറ്റില്ല. അപ്പൊ ഉടനെ എന്ത് ചെയ്യും? ഇത് 2 സെല്ലുകളായിട്ട് മാറും. അതിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഈ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സൈറ്റോകൈനസിസ്. അപ്പൊ 2 സ്റ്റെപ്പുകളാണല്ലോ, നിങ്ങൾക്ക് അറിയണ്ടാവും കേട്ടോ. അത് പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് 2 ടൈപ്പ് സെൽ ഡിവിഷൻ ആണ്. ഒന്ന് മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ. മൈറ്റോസിസ് എന്ന് പറഞ്ഞ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ സൊമാറ്റിക് സെല്ലുകൾ. നമ്മുടെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള സാധാരണ കാണുന്ന സെല്ലുകളിലാണ് മൈറ്റോസിസ് നടക്കുന്നത്. ഒരു മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ 2 സെല്ലുകൾ, ഇതേ സെയിം ക്രോമസോം നമ്പറുള്ള 2 സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. Then what about meiosis? മെയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഇത് നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെല്ലുകളിലാണ്. അപ്പോ ഒരു മെയോസിസ് നടന്നു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പകുതി ക്രോമസോം നമ്പറുള്ള 4 സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? മൈറ്റോസിസ് നടന്നാൽ എത്ര സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും? 2. ക്രോമസോം നമ്പർ സെയിം ആയിട്ടുള്ള 2. അതിനാണ് നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയാ. മെയോസിസ് നടന്നു കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ പകുതി ആയിട്ടുള്ള 4 സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യും. റൈറ്റ്? ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് മക്കളെ. ഇനി നമ്മൾ മൈറ്റോസിസിനെ കുറിച്ചിട്ടും പഠിക്കും, മെയോസിസിനെ കുറിച്ചിട്ടും പഠിക്കും. അപ്പോ എന്താണ് മൈറ്റോസിസ്? മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ a process of cell division Mitosis is the process of cell division in which chromosomes replicate and get equally distributed into 2 daughter cells. ക്രോമസോമുകൾ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് 2 ഡോട്ടർ സെല്ലുകൾക്കായിട്ട് ഈക്വൽ ആയിട്ട് കൊടുക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയാ? മൈറ്റോസിസ് എന്ന് പറയാ. അതുകൊണ്ട് ഇതിനെന്താ പറയാ? നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു.
എവിടെയാണ് സംഭവിക്കുന്നത് ഈ കാര്യം ഞാൻ പറഞ്ഞാണ്. സൊമാറ്റിക് സെല്ലുകളില് നമ്മുടെ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ അല്ലാത്ത സെല്ലുകളെല്ലാം വെജിറ്റേറ്റീവ് സെല്ലുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് സെല്ലുകളിലാണ്. അപ്പൊ അങ്ങനെയുള്ള സെല്ലുകളിലാണ് മക്കളെ എന്ത് നടക്കുന്നത്, നമ്മുടെ മൈറ്റോസിസ് നടക്കുന്നത്. സെയിം. ഇനി നമ്മൾ മൈറ്റോസിസിന്റെ ഓരോ ഫേസുകളാണ്. അതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ 4 ഫേസുകളായിട്ടാണ് മൈറ്റോസിസ് നടക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും, ഒന്ന് പറഞ്ഞു നോക്കൂ. പ്രോഫേസ്. 2 മെറ്റാഫേസ്. കളർ ഇല്ല അല്ലേ, ഓക്കെ, റെഡ് ആയിക്കോട്ടെ, യെസ്. 3 അനാഫേസ്. 4 ടെലോഫേസ്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പ്രോഫേസ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുക മൈറ്റോസിലെ 4 സ്റ്റേജുകൾ: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇനി നമുക്കറിയാം പ്രോഫേസിൽ എന്ത് സംഭവിക്കുന്നു, മെറ്റാഫേസിൽ എന്ത് സംഭവിക്കുന്നു, അനാഫേസിൽ എന്ത് സംഭവിക്കുന്നു, ടീലോഫേസിൽ എന്ത് സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് പ്രോഫേസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല്, ന്യൂക്ലിയസ് ഒക്കെ ആയിട്ടുള്ള ഒരു സെല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഐഡിയ. യെസ്. മെറ്റാഫേസ് എന്ന് പറഞ്ഞാൽ അതല്ല ക്രോമസോമുകൾ ഇങ്ങനെ സെന്ററിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യെസ്. അനാഫേസ് എന്ന് പറഞ്ഞാൽ ക്രോമസോം ഇതാ മതിയടാ ഞാൻ വേറെ പോവാണ്, ഓക്കെ, അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോൾസിലോട്ട് മൂവ് ചെയ്യും. ടീലോഫേസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഒരു സെല്ല് ഉണ്ടാക്കുക. ഇത്രയേ ഉള്ളൂ ഇവൻസുകൾ. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രോഫേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ് മക്കളെ, പ്രോഫേസ് എന്ന് പറഞ്ഞാൽ പ്രോഫേസില് എന്ത് സംഭവിക്കുന്നു? chromatic network called chromonimata undergo condensation and forms chromosomes. അപ്പോൾ ഈ ഒരു സെല്ലിന്റെ ഉള്ളില് നേരത്തെ ഉണ്ടായിരുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളില് ക്രോമാറ്റിക് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, ക്രോമോണിമാറ്റ. ഇതിന്റെ ഉള്ളില് പിന്നെ വേറെ ഒരു ആളുണ്ടാവും അല്ലെ, അതാരാ? ന്യൂക്ലിയോലസ് ഉണ്ടാവും. This undergoes condensation and forms chromosomes. ഇവരെന്ത് സംഭവിക്കും? ഇവർക്ക് ഈ ക്രോമോണിമാറ്റ മക്കളെ എന്തായിട്ട് മാറും എന്നാ പറയുന്നത്? ക്രോമസോമുകളായിട്ട് മാറും. അപ്പൊ ഞാൻ 2 കളറുള്ള ക്രോമസോം വരട്ടെ കേട്ടോ. ദാ ഇങ്ങനെ ഒരു ക്രോമസോം, ദെൻ നമുക്കൊരു പാറ്റേണിൽ ഒരു മെറ്റേണൽ ക്രോമസോം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു ക്രോമസോം. അപ്പോൾ ഈ ക്രോമാറ്റിക് നെറ്റ്വർക്ക് ക്രോമസോമുകളായി മാറും. ദെൻ each chromosome undergo longitudinal split and each longitudinal half called chromatid. അപ്പൊ നമുക്കറിയാം ഒരു ക്രോമസോമിന് 2 ലോഞ്ചിറ്റ്യൂഡിനൽ ഹാഫ് ഉണ്ട് അല്ലേ, 2 കൈകളുണ്ട്, 2 ആംസ് ഉണ്ട്. ഇതിൽ ഓരോന്നിനും നമ്മൾ എന്ത് പറയുന്നത്? ക്രോമാറ്റിഡ് എന്ന് പറയും. ഓക്കെ. ആൻഡ് ദെൻ ഫൈബ്രസ് സ്ട്രക്ചർ. അടുത്ത കാര്യം പറയുന്നത് കേട്ടോ. ഫൈബ്രസ് സ്ട്രക്ചർ കാൾഡ് സ്പിൻഡിൽ ബിഗിൻസ് ടു ഡെവലപ്പ് അറ്റ് ഓപ്പോസിറ്റ് എൻഡ്. അപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്ട്രക്ചർ, ഫൈബ്രസ് സ്ട്രക്ചർ കാൾഡ് സ്പിൻഡിൽ, ഇവരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് ഇവര് കൊണ്ടുപോണ്ടേ 2 സെല്ലിലോട്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫൈബേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യും. ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ക്രോമാറ്റിക് നെറ്റ്വർക്ക് ക്രോമാനിമാറ്റ ക്രോമസോമുകളായിട്ട് മാറി.
ഓരോ ക്രോമസോമിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്ലിറ്റ് നടന്ന് അതിലെ ഓരോ ഹാഫിനും നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറയും. അപ്പോ ഒരു ക്രോമസോമിന് എത്ര ക്രൊമാറ്റിഡുകളുണ്ട്? 2 ക്രൊമാറ്റിഡുകളുണ്ട്. Then fibrous structure called spindle begins to develop at opposite ends. ഓപ്പോസിറ്റ് എൻഡുകളിൽ നിന്ന് സ്പിൻഡിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ദാ ഇവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ അങ്ങ് ഡിസപ്പിയർ ആയി. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാതെ ഞാൻ നിങ്ങളെ കൂട്ടിലിടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എന്താ ചെയ്തോ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആയി, ന്യൂക്ലിയോലസും ഡിസപ്പിയർ ആയി. ഈ ഒരു സ്റ്റേജ് ആണ് ഇപ്പൊ കിടക്കുന്നത്. ഇപ്പൊ നമ്മുടെ ക്രോമസോമുകള് ദാ ഇങ്ങനെ ഫ്രീ ബേർഡ്സ് ആണ് അല്ലേ. അവരെന്ത് ചെയ്യാണ്? ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഒന്നും അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാന്ന്. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് മെറ്റാഫേസ്. ഈ മെറ്റാഫേസില് എന്താണ് സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ഈ നമുക്ക് പഠിക്കാനുള്ളത് മെറ്റാഫേസ് ആണ്. രണ്ടാമത്തെ ഫേസ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ് അല്ലെ. അപ്പൊ പ്രോഫേസിൽ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന്. അപ്പൊ നമുക്ക് ഇനി എന്താണ് മെറ്റാഫേസിൽ സംഭവിക്കുന്നത്? ഓക്കെ, ഇവിടെ നോക്കൂ, ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പൊ പ്രോഫേസില് ക്രോമസോമുകൾ ഇങ്ങനെ ക്രോമോണിമാറ്റ ക്രോമസോമുകളായിട്ട് മാറി അല്ലെ. മെറ്റാഫേസ് ആവുമ്പോ ഈ ക്രോമസോമുകള് സെന്ററിൽ അറേഞ്ച് ചെയ്തു. ദെൻ അനാഫേസ് ആവുമ്പോഴേക്ക് ഈ സെന്ററിൽ അറേഞ്ച് ചെയ്ത ക്രോമസോമുകള് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഭാഗത്തോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ദെൻ പിന്നെ ടീലോഫേസ് ആവുമ്പോ ഇത് എന്ത് ചെയ്യാണ്? 2 ന്യൂക്ലിയസുകളായിട്ട് മാറുന്നു, പിന്നെ 2 സെല്ലുകളായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഫേസില് എന്താണ്, നമ്മുടെ 2 ക്രോമസോമുകളാണ് വരച്ചിരുന്നത് അല്ലെ, ഒരു റെഡും ഒരു ബ്ലൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ക്രോമസോമുകളാ നേരത്തെ ഉണ്ടായിരുന്ന ക്രോമസോമുകൾ നല്ല മനസ്സിലാക്കുക, നല്ല ശ്രദ്ധിക്കുക. ഇത് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അത്രയും സമയം നമ്മൾ റിസ്ക് എടുത്തിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, വീഡിയോ കാണാം കേട്ടോ. Then chromosomes arranged at the central portion of the spindle. അതായത് chromosomes are arranged at the equatorial region അല്ലേ. ക്രോമസോമുകൾ ഇക്വറ്റോറിയൽ റീജിയനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. They are oriented at the equator and arms centromere oriented at the equator and arms in different direction. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ 2 ക്രോമസോമുകൾ. ഈ ക്രോമസോമുകൾ എന്ത് ചെയ്യാണ്? ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ. ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ടുണ്ടാകും. ആൻഡ് ദെൻ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് അപ്പൊ ഇവിടെ സെന്ററിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ക്രോമസോമുകളുടെ എണ്ണം കുറച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. ഒരു പെറ്റേണൽ ക്രോമസോമും ഒരു മെറ്റേണൽ ക്രോമസോമുമാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ അവർക്ക് സെൻട്രോമിയർ ഉണ്ടാകും. ആൻഡ് ദെൻ ഇവ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ക്രോമസോമുകളെ സെന്ററിൽ അറേഞ്ച് ചെയ്യാണ് അല്ലെ. സെൻട്രോമിയർ ആണ് അതിന്റെ സെന്ററിലായിട്ട് നിൽക്കുന്നത്. ആൻഡ് ദെൻ ആംസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഓക്കെ,
അപ്പൊ ഈ സെൻട്രോമിയർ സെന്ററിലായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ക്രോമസോമുകൾ, അപ്പൊ ഈ മെറ്റാഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ടയില്ല. ക്രോമസോംസ് അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വറ്റോറിയൽ റീജിയൻ ഓ അത് സെന്റർ. അങ്ങനെ എഴുതിയാൽ തന്നെ മെറ്റാഫേസ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്. ഇനി നോക്കൂ, പിന്നെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിന്റെ ഒപ്പം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നു പറഞ്ഞാൽ ദിസ് സ്റ്റേജ്, ഈ മെറ്റാഫേസ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മോർഫോളജിക്കൽ സ്റ്റഡീസ്. നമ്മുടെ മോർഫോളജിക്കൽ സ്റ്റഡീസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട്, അതായത് ഒരു ക്രോമസോമിന് നമുക്ക് വ്യക്തമായിട്ട് കാണുന്ന ഒരു സ്റ്റേജ് ആണ് മെറ്റാഫേസ്. ആൻഡ് ദെൻ സെൻട്രോമിയർ പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ക്രോമസോം മൂവ്മെന്റ്. അല്ലെ, സെൻട്രോമിയർ ആണ് ഈ ക്രോമസോം മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. അവർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ആ ടെക്നിക്ക് മനസ്സിലാക്കി വളരെ ഈസിയാണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. എല്ലാവരും നമ്മുടെ അടുത്ത് പറയാം ഫസ്റ്റ് ഇയറിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതാണ്. സത്യത്തിൽ ഫസ്റ്റ് ഇയർ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം. And then spindle fibers become attached to the centromere. അല്ലെ, സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് സെൻട്രോമിയറിലാണ് അറ്റാച്ച് ആയിട്ട് കാണുന്നത്. ആൻഡ് ദെൻ നമുക്ക് രണ്ട് ടൈപ്പ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ട്. ഒന്ന് ക്രോമസോമൽ ഫൈബേഴ്സ്. ക്രോമസോമൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞ മക്കളെ, ഈ ക്രോമസോമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫൈബേഴ്സിനെയാണ് നമ്മൾ കണ്ടോ ക്രോമസോമൽ ഫൈബേഴ്സ് എന്ന് പറയാ. രണ്ടാമത്തത് കണ്ടിന്യൂസ് ഫൈബേഴ്സ് ആണ്. അതായത് കണ്ടിന്യൂസ് ഫൈബേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാണ്ട് പോകുന്ന ഫൈബേഴ്സ് ആണ് കണ്ടിന്യൂസ് ഫൈബേഴ്സ്. ദെൻ ഇനി ഇതിന്റെ ഈ മെറ്റാഫേസ് അവസാനിക്കുമ്പോഴേക്ക് towards the end സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യും. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് two centromeres become directed to opposite poles. അല്ലെ, ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ രണ്ട് ക്രോമസോമുകൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ്സിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെറ്റാഫേസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ദ ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വറ്റോറിയൽ റീജിയൻ. ഓക്കെ, ഈ കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ ഇനിയുള്ള ഫേസ് ഏതാ? ഓക്കെ, ഇനിയുള്ള ഫേസ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഇതാ നോക്കൂ, പ്രോഫേസ് കഴിഞ്ഞു, നമ്മൾ മെറ്റാഫേസ് പഠിച്ചു. ഇതേ സാധനം തന്നെയാണ് മെയോസിസിലുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ദെൻ അനാഫേസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ സെന്ററിൽ അറേഞ്ച് ചെയ്ത് അതിന്റെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം? രണ്ട് ഭാഗത്തോട്ട് പോവാം. അതാണ് അനാഫേസ്. ഓക്കെ, ഇതാ ഇവിടെയൊക്കെ കാണാനുണ്ട് കേട്ടോ. ടീച്ചർ ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഇതാ മെറ്റാഫേസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അനാഫേസിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അനാഫേസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, the pair of centromeres move apart along the spindle. സ്പിൻഡിലിനോട് കൂടിയിട്ട് ആ ക്രോമസോം പേഴ്സ് മൂവ് ചെയ്യാണ് and carry one daughter chromosome of each pair to opposite poles. ഓരോ പെയറിലെയും ഓരോ ഡോട്ടർ ക്രോമസോമുകൾ എന്ത് ചെയ്യാണ്? ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യാണ്. ക്രോമസോമൽ ഫൈബേഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രോമസോമൽ ഫൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ ക്രോമസോമൽ ഫൈബേഴ്സ് പുള്ള് ചെയ്യും, ക്രോമസോമിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കും. ആൻഡ് ദെൻ കണ്ടിന്യൂസ് ഫൈബേഴ്സ് പുഷ് ചെയ്യും. നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു പുഷ് ചെയ്യും. The number of chromosome in each pole is the same as the number present in prophase. അപ്പൊ പ്രോഫേസിൽ എത്ര ആണോ അത്രയും ക്രോമസോമുകളാണ് ഓരോ പോൾസിലുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പൊ ഇവിടെ ഈ മെറ്റാഫേസിൽ അറേഞ്ച് ചെയ്തിരുന്ന ക്രോമസോം ഓക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ കയ്യില് ഒരു ബ്ലൂ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. സെയിം. അപ്പൊ ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട്
ഓക്കെ യെസ്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ദാ ഇവിടെ ഒരു ബ്ലൂ വന്നു, ഇപ്പുറത്ത് ഒരു ബ്ലൂ വന്നു. ദെൻ നേരത്തെ നമ്മുടെ കയ്യിൽ ഒരു റെഡ് ഉണ്ടായിരുന്നു അല്ലെ, അപ്പൊ അതും സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇത് ഈസി ആയിട്ട് മനസ്സിലാവാൻ, അതായത് ഒരു പെറ്റേണൽ ക്രോമസോമും ഒരു മെറ്റേണൽ ക്രോമസോമാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദാ ഇങ്ങനെ എന്ത് ചെയ്യും, ഇവര് രണ്ട് പോൾസിലോട്ട് മൂവ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഇതേ സാധനം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് അതിന്റെ ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോം ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്ത്. അപ്പൊ നമുക്ക് അനാഫേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ പോൾസ്. ആ ഒരു ടേം നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. മെറ്റാഫേസ് എന്ന് പറഞ്ഞാൽ ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വറ്റോറിയൽ റീജിയൻ ഓർ അറ്റ് ദ സെന്റർ, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ അനാഫേസും കഴിഞ്ഞു. ഇനിയുള്ളത് ടീലോഫേസ് ആണ് മക്കളെ. ടീലോഫേസ് ജസ്റ്റ് ഞാൻ വരച്ചു കാണിച്ചു തരാം. ദാ ഇവരൊക്കെ എന്ത് സംഭവിക്കും, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ദാ ഇങ്ങനെ ഈ ഒരു ടീം എന്ത് ചെയ്യും, ഈ ഒരു സൈഡില്. അപ്പൊ ഇവിടെ നേരത്തെ പോയിരുന്ന ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും റീഅപ്പിയർ ചെയ്തു അല്ലെ. നേരത്തെ അവര് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അവര് റീഅപ്പിയർ ചെയ്തു. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും റീഅപ്പിയർ ചെയ്തു. ഇനി ഉണ്ടായിരുന്ന ഈ ക്രോമസോമുകള് എന്തായിട്ട് മാറി, ക്രോമസോമുകള് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ആയിട്ട് മാറി. ക്രോമസോമുകൾ എന്തായി മാറി, ക്രോമാറ്റിൻ നെറ്റ്വർക്ക്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് പ്രോഫേസിന്റെ അതേ സാധനം അങ്ങ് റിവേഴ്സ് അടിക്കുകയാണ് ടീലോഫേസിൽ ചെയ്യുന്നത് അല്ലെ. ക്രോമസോമുകള് പോൾസ് അല്ലെ, ക്രോമസോമുകള് ഓപ്പോസിറ്റ് പോൾസിലൊക്കെ ക്ലസ്റ്റർ ചെയ്യും, ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ആയിട്ട് മാറും. This is the end of karyokinesis. എന്ത് സംഭവിച്ചു, ഈ ന്യൂക്ലിയർ ഡിവിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് സംഭവിക്കണം, ഇവിടെ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ കൂടി നടന്നാലേ ആക്ച്വൽ ആയിട്ട് ഇത് രണ്ട് സെല്ലുകളായിട്ട് മാറുള്ളൂ. അപ്പൊ നമുക്ക് ന്യൂക്ലിയസുകളാണ് മാറിയിട്ടുള്ളത്. അപ്പൊ പ്രോഫേസ് മറക്കണ്ട, ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോലസും ഡിസപ്പിയർ ആയി. മെറ്റാഫേസ് ക്രോമസോമുകൾ സെന്ററിൽ അറേഞ്ച് ചെയ്തു. അനാഫേസ് ക്രോമസോമുകൾ പോൾസിലോട്ട് മൂവ് ചെയ്തു. ദെൻ ടീലോഫേസ് ക്രോമസോമുകള് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ആയിട്ട് മാറി. സിമ്പിൾ, വളരെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വെറുതെ പേടിക്കാണ്. കുട്ടികൾ പറയാം, അയ്യോ ഇത് എന്തോരം ബുദ്ധിമുട്ടാണ് ടീച്ചറെ ഈ സെൽ ഡിവിഷൻ. ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ എന്നാണ് ഞാൻ സെൽ ഡിവിഷനെ പറയാം. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ 1-2 ടേംസ് മാത്രം എഴുതുക കേട്ടോ. ഈ വീഡിയോ ലെങ്തി ആവും, കാരണം ഒരു ചാപ്റ്റർ ഒരു 5-6 ദിവസമൊക്കെ എടുക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഒരു കുറച്ച് സമയം കൊണ്ട് പഠിപ്പിക്കുന്നത്. എത്ര മണിക്കൂറാവും എന്ന് എനിക്കറിയില്ല കേട്ടോ, എന്നാലും നോക്കാം നമുക്ക്. സൈറ്റോകൈനസിസ് ആണ് അടുത്തത്. ഇതാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത്. ഓക്കെ, ഇൻ ആനിമൽ സെൽ. ഇതൊന്ന് yes. In animal cell, a furrow appears in the plasma membrane. ആനിമൽ സെല്ലിലാണെങ്കിൽ നമുക്കറിയാം അതിന് സെൽ വാൾ ഇല്ല. ആനിമൽ സെല്ലിന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഏതാ മക്കളെ, പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇവിടെ ഒരു ആനിമൽ സെല്ലിന് വരക്കാണ് കേട്ടോ. ഒരു ആനിമൽ സെല്ലില് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാകും. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ ഒരു ഫെറോ ഡെവലപ്പ് ചെയ്യും, അത് ഇങ്ങോട്ട് ഡീപ്പൻ ചെയ്യും. In animal cell, a furrow appears in the plasma membrane and it gradually deepens. അല്ലെ, ഇങ്ങോട്ട് ഇങ്ങനെ ഡീപ്പൻ ചെയ്തു പോകും. And ultimately join in the center. സെന്ററിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ എന്തായി മാറി, സൈറ്റോപ്ലാസം ഇൻടു 2 അല്ലെ, 2 മാറി. ദെൻ പ്ലാന്റ് സെൽ ആണെങ്കിൽ പ്രത്യേകത നമുക്കറിയാം. പ്ലാന്റ് സെല്ലില് എന്തുണ്ട്,
സെൽ വാൾ ഉണ്ട് അല്ലേ? അപ്പോ പ്ലാന്റ് സെല്ലില് സെൽ പ്ലേറ്റ് ഫോർമേഷൻ നടക്കും. ഇങ്ങനെ 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 സെൽ പ്ലേറ്റ് ഫോർമേഷൻ നടക്കും. which then develops into middle lamella. ഇത് മിഡിൽ ലാമെല്ലായിട്ട് മാറും. എന്താ മിഡിൽ ലാമെല്ല? ഈ സെൽ വാളുകൾക്ക് ഇടയിലുള്ള സിമെന്റിങ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് മിഡിൽ ലാമെല്ലായിട്ട് മാറും. എന്നിട്ട് എന്തായിട്ട് മാറും? ഇത് ഓരോ സെൽ വാൾ ആയിട്ട് മാറും. അപ്പൊ ഇത് ഗ്രാജുവലി എന്തായിട്ട് മാറുകയാണ്? രണ്ട് സെല്ലുകളായിട്ട് മാറുകയാണ്. This is the end of cell division. അപ്പൊ നമുക്ക് 2 daughter cells are produced by mitosis അല്ലെ? ശ്രദ്ധിക്കുക, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. മൈറ്റോസിസ് നടന്ന നമുക്ക് ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോമുകളുള്ള 2 സെല്ലുകളാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നടക്കുന്നത് വെജിറ്റേറ്റീവ് സെല്ലുകളിലാണ്, റീപ്രൊഡക്റ്റീവ് സെല്ലുകളിൽ അല്ല. സിമ്പിൾ ആണ് കേട്ടോ. ഇനി ഇതിലും കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ വീഡിയോ ഒക്കെ ക്ലോസ് ചെയ്ത് പോകും. ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നല്ല, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ആവശ്യമുള്ളവർ കണ്ടാൽ മതി. അത് ഞാൻ പറയാം. ആവശ്യമുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളവര് സമയം അധികം കളയണ്ട. ഞാൻ ഈ ചാപ്റ്റർ ഫുള്ളായിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമ്മുടെ മെയോസിസ് ആണ് നമ്മളുടെ അടുത്ത സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. മെയോസിസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ? എന്ന് വെച്ചാൽ മെയോസിസ്, ദിസ് ഈസ് ദ റിഡക്ഷൻ ഡിവിഷൻ ആണ് മെയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് റെഡ് ആണ് ഇഷ്ടം കേട്ടോ. ദാറ്റ്സ് വൈ ഐ ആം ചൂസിങ് ദി റെഡ്. റിഡക്ഷൻ ഡിവിഷൻ, ക്രോമസോം നമ്പർ റെഡ്യൂസ്ഡ് ടു ഹാഫ്. ക്രോമസോം നമ്പർ പകുതിയാവും. നേരത്തെ ഇപ്പൊ എന്തിനാ പകുതിയാണ്? നിങ്ങൾ നമ്മുടെ പ്ലാന്റ് കിങ്ഡം എന്നുള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 2n ക്രോമസോമുള്ള അച്ഛനും 2n ക്രോമസോമുള്ള അമ്മയും തമ്മിൽ നേരെ ക്രോസ് ചെയ്താൽ 4n ഉള്ള കുട്ടി ഉണ്ടാവും. 4n ഉള്ള കുട്ടി ഉണ്ടായാൽ ആ കുട്ടി അവരുടെ കുട്ടി ആവില്ല അല്ലെ? ക്രോമസോം നമുക്കൊക്കെ ഓരോ ക്രോമസോം നമ്പർ. അതിന് വേണ്ടിയിട്ടാണ് ഈ 2n ഉള്ള അച്ഛന്റെ ക്രോമസോമിനെ റെഡ്യൂസ് ആക്കി എണ്ണാക്കും. 2n ഉള്ള അമ്മയുടെ ക്രോമസോമിനെ റെഡ്യൂസ് ആക്കിയിട്ട് എണ്ണാക്കുമ്പോഴാണ് നമുക്ക് 2n ഉള്ള n+n 2n ഉള്ള കുട്ടി ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ. ഇതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടാ. റിഡക്ഷൻ ഡിവിഷൻ, ക്രോമസോം നമ്പർ reduced to its half. It takes place in reproductive cells during gamete formation അല്ലെ? ഗെമിറ്റുകൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കും. ഗെമിറ്റുകൾ ഓൾവേസ് ബി ഹാപ്ലോയിഡ് അല്ലെ? മെയിൽ ഗെമിറ്റ് ആയാലും ഫീമെയിൽ ഗെമിറ്റ് ആയാലും എപ്പോഴും എന്തായി മാറുള്ളൂ? ഓൾവേസ് ബി ഹാപ്ലോയിഡ്. ദെൻ എത്ര സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? It produces 4 haploid cells. 4 ഹാപ്ലോയിഡ് സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇനി മെയോസിസ്. മെയോസിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ടീച്ചർ പറയുന്നത്. മെയോസിസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഇത് എന്താണ്, ഇത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. മെയോസിസിന് നമുക്ക് 2 സ്റ്റേജുകളാണ് ഉള്ളത്. സി, മെയോസിസ് 1ഉം മെയോസിസ് 2. ഈ മെയോസിസ് 2 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു മൈറ്റോസിസ്. മൈറ്റോസിന്റെ നമ്മൾ പഠിച്ച അതേ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ഈ സ്റ്റെപ്പുകളാണ് മെയോസിസ് 2-ലുള്ളത്. ആൻഡ് വാട്ട് അബൌട്ട് മെയോസിസ് 1? ഓക്കെ, മെയോസിസ് 1ന്റെ പ്രോഫേസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പൊ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഡിവിഷന്റെ ഒരു സ്റ്റേജ് കൂടിയാണ് മെയോസിസിലെ പ്രോഫേസ്. മെയോസിസ് 1-ലും ഉണ്ട് മക്കളെ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1. എവിടെ ഉണ്ട് റെഡ്? പ്രോഫേസ് 1 ഉണ്ട്, മെറ്റാഫേസ് 1 ഉണ്ട്, അനാഫേസ് 1 ഉണ്ട്, ടേലോഫേസ് 1 ഉണ്ട്. സോ വാട്ട്സ് ദ ഡിഫറൻസ് ഫ്രം മൈറ്റോസിസ്? ഇവിടെ ഈ പ്രോഫേസിൽ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, റീപ്രൊഡക്റ്റീവ് സെല്ലുകളിലാണ് അച്ഛൻ്റെയും അമ്മേൻ്റെയും ക്രോമസോമുകൾ നമ്മൾ ഫ്യൂഷൻ നടക്കണം. ദെൻ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെ സ്വഭാവം വേണം, അമ്മയുടെ സ്വഭാവം വേണം, അതിൽ നിന്നുള്ള വേരിയേഷൻസ് വേണം അല്ലേ? അപ്പൊ ഈ സ്വഭാവങ്ങളുടെ ഒക്കെ തന്നെ അവയുടെ കൂടിച്ചേരലുകളും അവിടെ വേരിയേഷൻസും ഒക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഈ മെയോസിസ് 1 എന്ന് പറയുന്ന സ്റ്റേജിലാണ്. സി, ഒരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പ്രോഫേസ് 1ന്റെ 5 സ്റ്റേജുകൾ. ലാക്ടോട്ടീൻ, ഫസ്റ്റ് വൺ ലാക്ടോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്.
ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മെമ്മറി എങ്ങനെയാണോ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ദാറ്റ്സ് ഡിഫറെന്റ് ഫ്രം ഞങ്ങളുടെ ഏജ് അല്ലെ. പക്ഷെ ഇവിടെ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ്, ലിറ്റിൽ സാറ പ്ലേസ് ഡ്രം ഡെയിലി. ഇങ്ങനെയാണ് ഞങ്ങളുടെ സാറന്മാർ പഠിപ്പിച്ചു തന്നിരുന്നത്. ഞങ്ങൾ അന്ന് കാണാണ്ട് പഠിച്ചിരുന്നു കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ് ഇതല്ലേ ടീച്ചറെ സിമ്പിൾ, ബാക്കിയൊക്കെ പഠിക്കുന്നത് എന്തിനാ ചോദിക്കും. അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിക്കുന്നത്. ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി, കാണാണ്ട് പഠിച്ചു വെച്ചേക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ മസ്റ്റ് ആണ്. ഞാൻ ടീച്ചർ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ വന്നത് പറയരുത്, ഇത് വരുന്നതാണ് കേട്ടോ. ആൻഡ് ദെൻ പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൊഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടെലോഫേസ് 1, പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടെലോഫേസ് 2. ഇങ്ങനെ 2 സ്റ്റേജുകളുണ്ട്, മേസസ് 1 ആൻഡ് മേസസ് 2. ആൻഡ് ദെൻ ഇതിൽ പ്രോഫേസ് 1 കോംപ്ലിക്കേറ്റഡ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിച്ച് പോവാം കേട്ടോ. എന്താണ് ഇത്? യെസ്, ലെപ്റ്റോട്ടിൻ. എന്താണ് സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ലെപ്റ്റോട്ടിനിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ക്രോമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസ്ഡ് ഫോം ക്രോമസോം അല്ലെ, തുടങ്ങാണ്. അപ്പൊ നേരത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഉണ്ടായിരുന്ന ക്രോമാറ്റിൻ നെറ്റ്വർക്ക്, ഇത് ഞാനിപ്പോ വരച്ചിട്ടില്ല കേട്ടോ, അത് ഇവിടെ തന്നെ ഉണ്ട്. നേരത്തെ വരച്ചതുകൊണ്ട് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് എന്തായിട്ട് മാറി? ക്രോമസോമുകളായിട്ട് മാറാണ്. ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ക്രോമസോമുകളായിട്ട് മാറാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെറ്റേണലും ഒരു മെറ്റേണലും വരക്കാൻ പോവാണ് കേട്ടോ. അച്ഛൻ്റെ ഒരു ക്രോമസോം ആൻഡ് ദെൻ അമ്മയുടെ ഒരു ക്രോമസോം. ഓക്കെ, ക്രോമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസ് ടു ഫോം ക്രോമസോം. ഇതൊന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇതും കൂടി വരയ്ക്കുന്നുണ്ട്. 2 ടൈപ്പ് ക്രോമസോം വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വലുതും ഒന്ന് ചെറുതും. എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ ഇവിടെ നിന്ന് കാണുന്നുണ്ടാവില്ല അല്ലെ. ഒരു ചെറുതും ഒരു വലുതും ഞാൻ വരക്കാൻ പോകും. 4 ക്രോമസോം നമ്മൾ വരച്ചു. ആൻഡ് ദെൻ ഇനി ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സൈഗോട്ടിൻ സ്റ്റേജ് ആണ്. സൈഗോട്ടിൻ സ്റ്റേജിൽ homologous chromosomes, 1 paternal and 1 maternal chromosome. See, മക്കളെ, homologous chromosomes undergoes pairing. This is the very important term you have to write in zygote. Pairing നടക്കുന്ന സ്റ്റേജ് ആണ്. pairing throughout their length. അപ്പൊ എന്താ മനസ്സിലായി? ഹോമലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാല് ഒരേപോലെയുള്ള ക്രോമസോമുകൾ തമ്മിൽ പെയറിങ്. അതിന് വേണ്ടിയിട്ട് ടീച്ചർ ഇവിടെ 2 സൈസിൽ വരച്ചു വെച്ച്. ഇപ്പൊ ഇവിടെ 2 വലിയ ക്രോമസോമുകളുണ്ട്. ഇപ്പൊ പെറ്റേണൽ മെറ്റേണൽ ആയിട്ടുള്ള അച്ഛൻ്റെ നിന്നുള്ള ക്രോമസോമുകൾ ഒന്ന് വലുത് ഒന്ന് ചെറുത്, അമ്മയുടെ നിന്നുള്ള ക്രോമസോം ഒന്ന് വലുത് ഒന്ന് ചെറുത്. അപ്പൊ ഹോമലോഗസ് ക്രോമസോം എന്ന് പറയുന്നത് ഒരേപോലെയുള്ള ക്രോമസോമുകളാണ്. ദേ അണ്ടർഗോസ് പെയറിംഗ് ത്രൂ ഔട്ട് ദെയർ ലെങ്ത്. അവർ തമ്മിൽ എന്ത് നടക്കും? പെയറിംഗ് നടക്കും. ഈ പെയറിംഗ് പ്രോസസ്സിന് പറയുന്ന പേരാണ് സിനാപ്സിസ്. Then and forms a complex structure called synaptinimal complex. Synaptinimal complex എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. Then ഇനി ശ്രദ്ധിക്കുക, ഹോമലോഗസ് ക്രോമസോംസ് ആർ കാൾഡ്. അപ്പൊ പെയറിങ്ങിന് നമ്മൾ സിനാപ്സിസ് എന്ന് പറയും. ഈ ഹോമലോഗസ് ക്രോമസോമുകൾക്ക് homologous chromosomes are called bivalent. ഇവയെ നമ്മൾ എന്ത് വിളിക്കും? ബൈവാലന്റ് എന്ന് വിളിക്കും. ബൈവാലന്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇതില് 2 ക്രോമസോമുകൾ ഉണ്ട് അല്ലേ? ഇവര് 2 പേരുള്ളത് കൊണ്ട് നമ്മൾ അവരെ എന്ത് വിളിക്കും? ബൈവാലന്റ് എന്ന് വിളിക്കും.
ഈ രണ്ടിനും ഈ രണ്ട് ക്രൊമാറ്റിഡുകൾ വീതമുണ്ട്. അപ്പൊ മൊത്തം എത്ര ക്രൊമാറ്റിഡ് ഉണ്ട് മക്കളെ? 4 ക്രൊമാറ്റിഡ് ഉണ്ട്. അപ്പൊ അതിനതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ടെട്രാഡ് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഇതിന്റെ ഒന്ന് പെയറിങ് നടക്കുക. ഞാൻ ഈ ഉള്ള ചിത്രം കാണിച്ചു തന്നാല് നിങ്ങൾക്ക് അത് അത്ര ഈസി ആയിട്ട് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ വരച്ചു കാണിക്കുന്നത് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങ് കിട്ടും. യെസ്, ഈ ഹോമലോഗസ് ക്രോമസോം, അപ്പൊ ഇത് രണ്ടും നമ്മൾ പെയറിങ് നടക്കുകയാണ്. ഒരു വലിയ ക്രോമസോം, അച്ഛന്റെ ക്രോമസോം, ദെൻ ഇതേപോലെയുള്ള മെറ്റേണൽ ആയിട്ടുള്ള ഒരു ക്രോമസോം. അപ്പൊ ഇവര് തമ്മിൽ എന്തുണ്ടായി? പെയറിങ് നടന്നു. ആൻഡ് ദെൻ ഇതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു ക്രോമസോമുകളില്ലേ, ആ കുഞ്ഞു ക്രോമസോമുകളും അച്ഛൻ്റെ നിന്നുള്ള ക്രോമസോം അമ്മയുടെ നിന്നുള്ള ക്രോമസോം രണ്ടും കൂടി പെയറിങ് നടന്നു. അപ്പൊ ഈ ഹോമലോഗസ് ക്രോമസോംസ് undergo pairing and then these are known as bivalent since it includes 2 chromosomes. അല്ലേ? 2 ക്രോമസോമുകൾ ഉള്ളത് കൊണ്ട് ബൈവാലന്റ് എന്ന് പറയും. ഓരോ ക്രോമസോമിലും 2 ടെട്രാഡുകൾ വീതമുണ്ട്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് 4 ക്രോമാറ്റിഡ്സ്. 4 ക്രോമാറ്റിഡ്സ് ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ ടെട്രാഡ് എന്ന് വിളിക്കും. ദെൻ ഇനി ഒരു പ്രത്യേകതയുണ്ട്. ക്രോമാറ്റിഡ്സ് ഓഫ് സെയിം ക്രോമസോം, സെയിം ക്രോമസോമിന്റെ ക്രൊമാറ്റിഡുകൾ. അപ്പൊ ഈ ക്രോമസോമിന്റെ ക്രൊമാറ്റിഡ് പാറ്റേണൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്പീഡ് കൂടുന്നുണ്ടോ? സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് വിളിക്കും. ആൻഡ് ക്രൊമാറ്റിഡ്സ് ഓഫ് ഡിഫറെന്റ് ക്രോമസോം. അപ്പൊ ഇതിന്റെ ഒരു ക്രൊമാറ്റിഡും ഇതിന്റെ ഒരു ക്രൊമാറ്റിഡും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോൺ സിസ്റ്റർ എന്ന് വിളിക്കും. അല്ലെ? ഒരേ ക്രോമസോമിന്റെ ക്രൊമാറ്റിഡുകളെ നമ്മൾ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്നും പിന്നെ 2 ക്രോമസോമുകളെ ക്രൊമാറ്റിഡ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് വിളിക്കാം. ആൻഡ് ദെൻ ക്രൊമാറ്റിഡ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൈഗോട്ടിൻ സ്റ്റേജിൽ നടന്നത്. വളരെ സിമ്പിൾ ആണ്. പെയറിംഗ് നടക്കുന്നു. ഹോമോലോഗസ് ക്രോമസോംസ് ഓഫ് paternal and maternal chromosomes undergoes pairing throughout their length. അല്ലേ? ദെൻ അതിൽ 2 ക്രോമസോമുകൾ ഉള്ളത് കൊണ്ട് അതിനെ ബൈവാലന്റ് എന്ന് വിളിക്കും. ഓരോ ക്രോമസോമിനും ഈ 2 ക്രൊമാറ്റിഡ്സ് വീതം ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ടെട്രാഡ് എന്ന് വിളിക്കും. സി ദെൻ ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് ആണ്. അപ്പൊ നിങ്ങൾ ഇത്രേ ഓർത്ത് വെക്കേണ്ടുള്ളൂ കേട്ടോ. ഏതില്? ഈ സൈഗോട്ടിൻ സ്റ്റേജില് അവിടെ പെയറിങ് നടക്കുന്നു. പാക്കറ്റിൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നോഡ്യൂൾസ്, paired chromosomes exchange genetic material between them. അപ്പൊ ഈ പെയർ ചെയ്ത ക്രോമസോമുകൾ എന്ത് സംഭവിക്കുകയാണ് മക്കളെ? അവയിലെ ജനറ്റിക് മെറ്റീരിയൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ്. they exchange the genetic material. അതിന് പറയുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. അപ്പൊ ഈ ഒരു പാക്കറ്റിംഗ് സ്റ്റേജിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞ സ്റ്റേജ്. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. Then crossing over leads to recombination of genetic material on the 2 chromosomes. അല്ലേ? ജനറ്റിക് മെറ്റീരിയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഇതിനെ സഹായിക്കുന്ന എൻസൈമാണ് റീകോംബിനേസ് എന്ന് പറയുന്ന എൻസൈം. റീകോംബിനേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഇതിന് സഹായിക്കുന്നത്. Then recombination completed at the end of packaging but linked at the site of crossing over. അപ്പോ ഇവിടെ ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? പാക്കറ്റിൻ എന്ന് പറഞ്ഞാൽ ഈ പാറ്റേണൽ ആൻഡ് മെറ്റേണൽ ക്രോമസോമുകള് ഈ രണ്ടും തമ്മിൽ അവിടെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? അച്ഛന്റെ കുറച്ച് സ്വഭാവവും അമ്മയുടെ കുറച്ച് സ്വഭാവവും നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാ? ഈ ക്യാരക്ടേഴ്സ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ അച്ഛനെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മയെ പോലെ ഇരിക്കും. യെസ്. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഇവിടെ എന്ത് ചെയ്യും? ദേ എക്സ്ചേഞ്ച് ദയോ ജനറ്റിക് മെറ്റീരിയൽ. This stage is known as packaging. അപ്പൊ ഇങ്ങോട്ട് ഇവിടുന്ന് ബ്ലൂ അങ്ങോട്ടും അവിടുന്ന് റെഡ് ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഞാൻ പെട്ടെന്നാണ് വരയ്ക്കുന്നത് കേട്ടോ. 4, 3
എന്ത് ചെയ്തു, രണ്ട് ഇവർ തമ്മിൽ അവരുടെ ക്യാരക്ടേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. പാക്കറ്റിംഗ് സ്റ്റേജിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ടേമാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ. ഇനി അടുത്ത സ്റ്റേജ് ആണ് ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിൻ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ എന്ത് ചെയ്തു, ക്രോസിംഗ് ഓവർ നടന്നു അല്ലേ. ആ ക്രോസിംഗ് ഓവർ നടന്നപ്പോൾ ആ സിനാപ്റ്റിനിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും, ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റിനിമൽ കോംപ്ലക്സ്. സിനാപ്റ്റിനിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യാണ്, അങ്ങ് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങാണ്. ആൻഡ് ദ ടെൻഡൻസി ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. Okay, tendency of homologous chromosomes to separate from each other. ഈ ക്രോമസോമുകൾ എന്ത് ചെയ്യും, പരസ്പരം സെപ്പറേറ്റ് ചെയ്യും. ഈ എക്സിറ്റ് അറ്റ് ദ സൈഡ് ഓഫ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിന്റെ സൈറ്റിൽ ഇവർ എന്ത് ചെയ്യൂല, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാണ്ട് ഒരു എക്സ് ലൈക്ക് കോൺഫിഗറേഷൻ അവിടെ നിൽക്കും. ഇതാ ഇവർ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കയാസ്മാറ്റ. അപ്പോൾ ഡിപ്ലോട്ടിൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ടേമാണ് കയാസ്മാറ്റ. ഇതിനെക്കുറിച്ച് കൂടുതൽ വലിയ എസ്റ്റിന്ന് നിങ്ങൾക്ക് എഴുതാൻ വരില്ല. ലെപ്റ്റോട്ട് സൈഗോട്ടിൻ പെയറിങ് ഓർത്ത് വെക്കുക അല്ലേ, പാക്കറ്റിൻ ക്രോസിംഗ് ഓവർ ഓർത്ത് വെക്കുക, ഡിപ്ലോട്ടീനിലെ കയാസ്മാറ്റ ഓർത്ത് വെക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കിട്ടും കേട്ടോ. ആൻഡ് ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയൊക്കെ സംഭവിക്കുന്ന ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നേരം നിന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇത് എടുക്കുക. ദെൻ ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ പറഞ്ഞു. ആൻഡ് ദെൻ ഡയാകൈനസിസ് ആണ്. ഡയാകൈനസിസില് കയാസ്മ, ഇങ്ങനെ ഉണ്ടായിരുന്ന കയാസ്മ ഇറ്റ് മൂവ്സ് ടു ദ ടിപ്പിലോട്ട് മൂവ് ചെയ്യും. ആൻഡ് ദ മൂവ്മെന്റ് നോൺ ആസ് ടെർമിനലൈസേഷൻ. അത് എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ ഊരിപ്പോരുക, കാരണം രണ്ട് ക്രോമസോമുകൾക്ക് സെപ്പറേറ്റ് ചെയ്ത് പോരണ്ട്. അപ്പൊ ഈ ഒരു മൂവ്മെന്റിനാണ് നമ്മൾ എന്ത് പറയാ, എവിടെയാണ് എന്റെ റെഡ്, ഇതിനെന്താ നമ്മൾ പറയാ, ടെർമിനലൈസേഷൻ. ഇപ്പൊ ഡയാകൈനസിസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സ്റ്റെപ്പാണ് ടെർമിനലൈസേഷൻ. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു മുടിയിലൊക്കെ ഒരു ബണ്ണിട്ട് കഴിഞ്ഞ് ഇതിങ്ങനെ ഊരിയെടുക്കൂലേ, ഊരിയെടുക്കുമ്പോ ഈ അറ്റത്തേക്ക് കെട്ടുവരില്ലേ, ദാറ്റ് ഇസ് ടെർമിനലൈസേഷൻ. ആ നേരത്തെ ഉണ്ടായ കാസ്മ എന്ന് പറഞ്ഞ കെട്ട് അറ്റത്തേക്ക് മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ടെർമിനലൈസേഷൻ. അപ്പൊ ഡയാകൈനസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട സ്റ്റെപ്പാണ് ടെർമിനലൈസേഷൻ. ദെൻ ക്രോമസോംസ് ആർ ഫുള്ളി കണ്ടൻസ്ഡ് ആവും. ഇത് പ്രോഫേസിന്റെ അവസാനമാണ്. പ്രോഫേസിന്റെ അവസാനമാകുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോവാണ്. നേരത്തെ മെറ്റാഫേസ് മൈറ്റോസിൽ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും അങ്ങ് ഡിസപ്പിയർ ചെയ്യും. ക്രോമസോമുകൾ ഫ്രീ ബേർഡ്സ് ആയി. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്തു. ഡിസപ്പിയർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്പിൻഡിൽ ഫൈബേഴ്സ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരും അല്ലേ. സ്പിൻഡിൽ ഫൈബേഴ്സ് ബിഗിൻസ് ടു അപ്പിയർ അറ്റ് ദ പോൾസ് അല്ലേ. അപ്പോ ഇത്രയാണ് പ്രോഫേസ് കഴിഞ്ഞാൽ അടുത്തത് മെറ്റാഫേസ് ആണ്. ഇനി ഞാനിത് വരക്കുന്നില്ല കേട്ടോ, വരക്കാൻ നിൽക്കുമ്പോൾ കുറെ സമയം നിങ്ങളുടെ പോവും. അപ്പൊ ഇതിപ്പോ ഇതുവരെ ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇനിയുള്ളത് മെറ്റാഫേസ് 1 ആണ്. മെറ്റാഫേസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്കെ, മെറ്റാഫേസ് 1 എന്ന് പറയുന്നത് ബൈവാലന്റ് ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വറ്റോറിയൽ. നേരത്തെ അതേപോലെ തന്നെ മക്കളെ, ഇനി ഒന്നും നിങ്ങൾക്ക് റിസ്ക് എടുക്കാനില്ല. സെന്ററിൽ അറേഞ്ച് ചെയ്യുന്നു ആൻഡ് സ്പിൻഡിൽ അറ്റാച്ച്ഡ് ടു ദ പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോം. സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, അറ്റാച്ച് ചെയ്യാണ്. കണ്ടോ, ഈ പെയറിനെ അറ്റാച്ച് ചെയ്യുന്നു. റൈറ്റ്. അപ്പൊ ഇക്വറ്റോറിയൽ റീജിയനിൽ അറേഞ്ച് ചെയ്യുന്നു കേട്ടോ. സെയിം എളുപ്പം പോവാണ് കേട്ടോ. ആൻഡ് ദെൻ ഇനിയുള്ളത് അനാഫേസ് 1 ആണ്. അനാഫേസ് 1 നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്യും, ഇവര് നേരെ പോൾസിലോട്ട് മൂവ് ചെയ്യും. The homologous chromosome separate and moves to opposite poles without dividing. അപ്പൊ നേരത്തെ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ, ഒരു ക്രോമസോം എന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തത്. ഇവരെന്താണ്, ഈ ഹോമോലോഗസ് പെയറിങ് നടന്നിരുന്നവര് ഇങ്ങ് വാ അടാ, ഈ പെയറിങ് നടന്നിട്ട് ഈ റെഡ് അങ്ങോട്ട് മൂവ് ചെയ്തു, ഈ ബ്ലൂ താഴോട്ട് മൂവ് ചെയ്തു. അതേപോലെ സ്പ്ലിറ്റിങ് നടക്കാണ്ട് എന്ത് ചെയ്യാണ്,
അവരങ്ങോട്ട് മൂവ് ചെയ്യാണ് കേട്ടോ. ഇത്രയും കാര്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത് ഡിവൈഡ് ചെയ്യാണ്ട് ഓരോ ക്രോമസോം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ആൻഡ് മൂവ് ഓപ്പോസിറ്റ് പോൾസ് വിത്തൗട്ട് ഡിവൈഡിങ്. എൻ്റെ സൗണ്ട് പോയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് റിസ്ക് എടുക്കാണ്ട് പറയുന്നത്. ആൻഡ് ദെൻ ഇനിയുള്ളത് നമ്മൾ എന്താ പറഞ്ഞത്, അനാഫേസ്. അനാഫേസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്തു. ടീലോഫേസ് 1 നമുക്കറിയാം എന്താ ടീലോഫേസിൽ സംഭവിക്കുക, ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും റീഅപ്പിയർ ചെയ്യും അല്ലേ. നേരത്തെ പ്രോഫേസിൽ എവിടെ പോയത്, ഡിപ്ലോട്ടിൻ ഡയാകൈനസിസിൽ പോയവരില്ലേ, അവർ തിരിച്ചു വന്നു. ആഹാ. ആൻഡ് ദെൻ പിന്നെ എന്ത് സംഭവിച്ചു, സൈറ്റോകൈനസിസ് നടക്കുന്നു. സൈറ്റോകൈനസിസ് ഒക്കേഴ്സ്. അപ്പൊ 2 ഡോട്ടർ സെൽസ് ആർ ഫോംഡ് അല്ലേ, ഡോട്ടർ ന്യൂക്ലിയസുകൾ അങ്ങനെ ഫോം ചെയ്തു. ആൻഡ് ദെൻ ടീലോഫേസ് കഴിഞ്ഞാൽ ഇത് ഇപ്രാവശ്യം ഹാഫ് ഇയറിലേക്ക് ചോദിച്ചിരുന്നു കേട്ടോ. ഇന്റർകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുക, മെയോസിസ് 1 മെയോസിസ് 2 ഇടയിൽ ഈ സെല്ല് ആ ഉള്ള ഒരു സ്റ്റേജിനാണ് എന്ത് പറയാ, ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ആ ഒരു സ്റ്റേജാണ് ഇന്റർകൈനസിസ് കേട്ടോ. മെയോസിസ് 1 കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യും. ആൻഡ് ദെൻ ഇനി എങ്ങോട്ട് പോവാണ്ട്, മെയോസിസ് 2. ഓക്കെ, സി മെയോസിസ് 2 പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ. പ്രോഫേസ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മൈറ്റോസ് പഠിച്ച പോലെ തന്നെ ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ക്രോമസോം ആയിട്ട് മാറും. ആൻഡ് ദെൻ സ്പിൻഡിൽ ഫൈബേഴ്സ് അറൈസ് ഫ്രം 2 ends and attached to the chromosome. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് വരും. ദെൻ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും പ്രോഫേസ് ആണ്. സോ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ പ്രോഫേസ് 2 കഴിഞ്ഞു, മെറ്റാഫേസ് 2. മെറ്റാഫേസ് 2 ആകുമ്പോൾ തൊട്ട് എന്താ സംഭവിക്കുന്നത്, ക്രോമസോംസ് അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വേറ്റർ and spindle fibers remain attached to the kinetochore. സെന്ററിൽ അറേഞ്ച് ചെയ്യുന്നു അല്ലെ മെറ്റാഫേസ് 2 ആകുമ്പോൾ. ദെൻ അനാഫേസ് 2 ആകുമ്പോൾ എന്ത് ചെയ്യും, അവർ നേരെ ഓപ്പോസിറ്റിലോട്ട് മൂവ് ചെയ്യും. സ്പ്ലിറ്റിംഗ് ഓഫ് ക്രോമസോംസ് ആൻഡ് മൂവ്മെന്റ് ഓപ്പോസിറ്റ് പോൾസ്. നേരത്തെ അതേപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഒന്ന് മനസ്സിലാക്കി തരാം. ഇവിടെ നമ്മൾ നേരത്തെ വരച്ചത് ഇങ്ങനെ ഇങ്ങനെ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയല്ല സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിരുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ ഇവിടെ 2 സെല്ലുകളായ സ്ഥിതിക്ക് ഇനി ഇങ്ങോട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത് അല്ലെ. അത് അത്രയൊന്നും നിങ്ങൾക്ക് ചോദിക്കാറില്ല, എന്നാലും ഞാൻ പറയാം. പിന്നെ അടുത്ത സ്പിൻഡിൽ ഫൈബർ വരുന്ന എവിടുന്ന, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഇവരല്ലേ പിന്നെ സെല്ലുകളാവാണ് അല്ലെ ഇങ്ങോട്ട്. അങ്ങനെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്നത്. കുറേ സമയം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആവട്ടെ, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ള ഭാഗം ഉണ്ടെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. സ്പ്ലിറ്റിംഗ് ഓഫ് ക്രോമസോംസ് ആൻഡ് മൂവ്മെന്റ് ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്തു അനാഫേസ് 2. ആൻഡ് ദെൻ ടീലോഫേസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, അവര് തിരിച്ചു വരണ്ടേ. two groups of chromosome once again get enclosed in nuclear membrane അല്ലേ. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിൽ അവർ കവർ ചെയ്യും. അതായത് ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും നേരത്തെ പ്രോഫേസിൽ പോയവര് ഇപ്പൊ എന്ത് ചെയ്തു, തിരിച്ചു വന്നു. Then cytokinesis നടക്കും, resulting in the formation of tetrad of cell. 4 സെല്ലുകൾ ഉണ്ടായി, tetrad of cell. Then it forms 4 haploid daughter cell. അപ്പോൾ ഈ ക്രോമസോം ഇവിടെ വന്നപ്പോഴേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്, പകുതിയായിട്ടാണ് മുറിഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഹാപ്ലോയിഡ് ആയിട്ടുള്ള N ക്രോമസോം നമ്പറുള്ള 4 ഡോട്ടഡ് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഓരോ പാർട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആവുമ്പോഴൊക്കെ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ ചെയ്ത് തരാട്ടോ. ഇത് കാരണം ഇത് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും സ്പീഡിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ടൈം വീഡിയോ കണ്ട് വേസ്റ്റ് ആവും. ഒരുപാട് ടൈം ഒന്നും വീഡിയോ കണ്ട് വേസ്റ്റ് ആക്കണ്ട, ഇത് നല്ലോണം പഠിക്കട്ടോ. ദെൻ മയോസിസിന്റെ ഇമ്പോർട്ടൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എന്തിനാണ് മയോസിസ്? മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ക്രോമസോം നമ്പർ. ക്രോമസോം നമ്പർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇൻ ഈച്ച് സ്പീഷീസ് ഫോർ മെനി ജനറേഷൻസ്. ദെൻ പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ക്യാരക്ടറും അമ്മേന്റെ ക്യാരക്ടറും നമുക്ക് കിട്ടുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മേന്റെയും അല്ലാത്ത ക്യാരക്ടർ. ഇപ്പൊ പറയില്ല, അയ്യോ എന്തോ ഒരു നല്ല മനുഷ്യൻ, അതിന്റെ കുട്ടിയല്ലേ ഇത് എന്നൊക്കെ പറയാറില്ലേ. അന്നു വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്, വേരിയേഷൻ ഇൻ ഓർഗാനിസം
due to crossing over, which is the basis of evolution. ഈ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് എവല്യൂഷൻ നടക്കുന്നത് അല്ലേ. ഉള്ള അതേപോലെ തന്നെ ജീവജാലങ്ങൾ ഭൂമിയിൽ എന്ന് കഴിഞ്ഞാൽ എവല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയോസിസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇത് കുറേ കുട്ടികൾ ചോദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, സമയം ഉണ്ടായിട്ടല്ല, ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചാപ്റ്റർ ഒരു ഫുൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് അതിൻ്റെ മുമ്പിൽ ഇപ്പം നമുക്കൊരു വീഡിയോ ചെയ്യണമെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് തിരക്കിൽ ജോലി തിരക്കുകൾക്ക് ഇടയിൽ പിന്നെ കുട്ടികൾക്ക് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് എന്തെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വൈസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓരോ ഭാഗം പറയുമ്പോഴും ഇതിൽ ഇന്ന ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പറയുന്നുണ്ട്. ആ രീതിയിലാണ് അതിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ബോട്ടണിയിലെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും എനിക്ക് ബൈഹാർട്ടാണ് കേട്ടോ. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള നല്ല മാർക്കിന് ചോദിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെയോസിസിൻ്റെ 5 സ്റ്റേജുകളിലെ ലെപ്റ്റോട്ടിൻ, സൈക്കോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ്. പിന്നെ അതുപോലെ പ്രോഫേസിൽ എന്ത് സംഭവിക്കുന്നു, മെറ്റാഫേസിൽ എന്ത് സംഭവിക്കുന്നു, അനാഫേസിൽ എന്ത് സംഭവിക്കുന്നു, ടെലോഫേസിൽ എന്ത് സംഭവിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ടേംസ് ജസ്റ്റ് എഴുതി വെച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.